Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. ആദ്യത്തെ എക്സാം BCom 6th സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ വരുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് ആൻഡ് GST. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, എക്സാം റിലേറ്റഡ് ലൈവ്, ദെൻ MCQ ഡിസ്കഷൻ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് മാത്രമല്ല നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാ വീഡിയോസും കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്, എക്സാമിന്റെ തലേ ദിവസം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും ഒന്ന് പാസ്സാകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം. സോ അതാണ് നമ്മൾ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്ട് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കും ഒന്ന് പാസ്സാകണം. സോ ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത നമുക്കറിയാം, ഇതിനേക്കാൾ മുമ്പ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. 2 സബ്ജക്ട്സിന്റെ മിക്സ്ചർ ആണ്. ഇൻകം ടാക്സ് 5th കണ്ടിന്യൂഷൻ പകുതി, ബാലൻസ് GST. അപ്പൊ ഡിറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സിന്റെയും മിക്സ് ആണ് വരുന്നത്. സോ പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടി ഇതിനേക്കാൾ മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തു. തിയറി മാത്രം പഠിച്ചാൽ പാസ്സാകാൻ സാധിക്കുമോ? തിയറി മാത്രം പഠിച്ചാൽ പാസ്സാകാൻ സാധിക്കും. നമ്പർ 1, ഡിറക്ട് ടാക്സ് ഏരിയ മാത്രം പഠിച്ചാൽ പാസ്സാകാൻ സാധിക്കുമോ? അതും സാധിക്കും. അപ്പോൾ എങ്ങനെ സാധിക്കും? സോ നമുക്കറിയാം, നമുക്ക് പാസ്സാകാൻ വേണ്ടത് 35 മാർക്കാണ് 100-ല്. സോ ആ 35 മാർക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്റേണലും എക്സ്റ്റേണലും കൂടി മേടിച്ചാൽ മതി. സോ ഇന്റേണൽ 20-ൽ റെഗുലർ സ്റ്റുഡൻസിനെ ഒരു 10 മാർക്കെങ്കിലും മിനിമം ടീച്ചേഴ്സ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ, ദെൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു 10 മാർക്ക് മിനിമം MCQയിലൂടെ നേടിക്കഴിഞ്ഞാൽ ബാലൻസ് നമുക്ക് 25 മാർക്ക് സ്കോർ ചെയ്താൽ മതി ജയിക്കാൻ. സോ നമുക്ക് 80-ൽ 25 മാർക്ക് സ്കോർ ചെയ്യാൻ ഇപ്പൊ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും ഈസിലി പോസിബിൾ ആണ്. എങ്ങനെ പോസിബിൾ ആണ്? സോ നമുക്കതിന് 2 പാർട്ടിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, പാർട്ട് എയും പാർട്ട് സിയും. ഈ 2 പാർട്ടിന്റെയും പ്രത്യേകത, റിപ്പീറ്റ് ചോദ്യങ്ങൾ ഒരുപാട് വരുന്ന ഏരിയാസ് ആണ്. എസ്പെഷ്യലി പാർട്ട് എയില് ടോട്ടൽ 15 ചോദ്യങ്ങളുണ്ട്. ഈ 15 ചോദ്യങ്ങളിലെ 8 ചോദ്യങ്ങൾ ഡിറക്ട് ടാക്സിൽ നിന്നും 7 ചോദ്യങ്ങൾ GSTയിൽ നിന്നാണ് കണ്ടുവരാറ്. ഞാൻ ഓൾറെഡി റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ ചോദ്യങ്ങളുടെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മിനിമം ഒരു 5ഓ 6ഓ ചോദ്യം ലഭിക്കും. മിനിമം, അതിനേറ്റവും കൂടുതലുണ്ടാവും. സോ പാർട്ട് എയിൽ നിന്ന് നമുക്കൊരു 10 മാർക്ക് കിട്ടിയാൽ മതി. നമ്മളെല്ലാതും എഴുതാം, മിനിമം ഒരു 10 മാർക്ക് കിട്ടിയാൽ മതി. അപ്പോൾ പാർട്ട് എയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്, എന്തായാലും ഉണ്ടായിരിക്കും. നമ്പർ 1, ക്ലബിംഗ് ഓഫ് ഇൻകം എന്താണ്? ദെൻ അഗ്രിഗേഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഡീംഡ് ഇൻകം എന്താണ്? സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്താണ്? ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ പേപ്പറിലും ഉണ്ട്. റിബേറ്റ് എന്താണ്? അണ്ടർ സെക്ഷൻ 87. ദെൻ മാർജിനൽ റിലീഫ് എന്താണ്? റിപ്പീറ്റ് ചോദ്യമാണ്, എല്ലാ പേപ്പറിലും ഉണ്ട്. അതുപോലെ തന്നെ ന്യൂ ടാക്സ് റെജീമിനെ പറ്റിയിട്ട് 115 BAC ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. ദെൻ CBDT എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡിറക്ട് ടാക്സ്, എന്തായാലും ചോദിക്കും, റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളൊരു ചോദ്യമാണ്. ദെൻ അഡ്വാൻസ് ടാക്സ് എന്താണ്? അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. റിക്കവറി ഓഫ് ടാക്സ് എന്താണ്? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, TDS എന്താണ്? ദെൻ അതുപോലെ തന്നെ TCS എന്താണ്? ദെൻ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്താണ്? ഇതൊക്കെ ഡിറക്ട് ടാക്സിൽ നിന്ന് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ, പാൻ എന്താണ്? ഏതൊക്കെ ട്രാൻസാക്ഷൻസിന് പാൻ കമ്പൽസറി ആയിട്ട് വേണം? അതിനുശേഷം റിട്ടേൺ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം, ഇപ്പൊ ബിലേറ്റഡ് റിട്ടേണോ അല്ലെങ്കിൽ ഫയലിംഗ് ഓഫ് റിട്ടേൺ, അങ്ങനെ പലതരത്തിലുള്ള റിട്ടേൺ ഉണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം. അതുപോലെ തന്നെ നെക്സ്റ്റ് അസസ്മെന്റ് എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്, അതിലേതെങ്കിലും ഒരെണ്ണം. ഇപ്പൊ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റോ, പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ്,
അങ്ങനെ പലതരത്തിലുള്ള അസസ്മെന്റ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു അസസ്മെന്റിനെ പറ്റിയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് ടാക്സിൽ നിന്ന് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ള ചോദ്യങ്ങളാണ്. പിന്നെ ജി എസ് ടിയിൽ നിന്നാണെങ്കിൽ ജി എസ് ടി എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജി എസ് ടി, സി ജി എസ് ടി, എസ് ജി എസ് ടി, യു ടി ജി എസ് ടി, അതിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്, റിപ്പീറ്റ് ചോദ്യം. കാസ്കാഡിംഗ് ഇഫക്റ്റ് എന്താണ്, ദെൻ ടാക്സ് ഇൻവോയ്സ് എന്താണ്, ഇ വേ ബിൽ എന്താണ്, ദെൻ ഇലക്ട്രോണിക് ലെഡ്ജേഴ്സ്, അതിനെ പറ്റിയിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ജി എസ് ടി ആർ, നയനോ ജി എസ് ടി ആർ, ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കോമ്പോസിറ്റ് സപ്ലൈ എന്താണ്, മിക്സഡ് സപ്ലൈ എന്താണ്, കണ്ടുവന്നുള്ള മറ്റൊരു ചോദ്യമാണ്. ദെൻ ടൈം ഓഫ് സപ്ലൈ എന്താണ്, ഇതൊക്കെ. പിന്നെ സീറോ റേറ്റഡ് സപ്ലൈ എന്താണ്, റിപ്പീറ്റ് ചോദ്യം. അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഡിറ്റ് എന്താണ്, ദെൻ ജി എസ് ടി കൗൺസിൽ എന്താണ്, ജി എസ് ടി ഐ എൻ എന്താണ്, ദെൻ എച്ച് എസ് എൻ കോഡോ സാക് കോഡോ, മിക്കതും എച്ച് എസ് എൻ കോഡ് ഇതിനേക്കാൾ മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആരാണ്, ക്രെഡിറ്റ് നോട്ട് എന്താണ്, ഡെബിറ്റ് നോട്ട് എന്താണ്. അതുപോലെ തന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ ഉണ്ട്, അതിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നെ പെനാൽറ്റി, സി സി അതിനെ പറ്റിയിട്ടും എടുത്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 മാർക്സിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണിത്. ഇതിൽ നിന്ന് നമുക്കൊരു 5 മതി മിനിമം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 മാർക്കോ 12 മാർക്കോ മിനിമം പാർട്ട് എയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ കിട്ടും. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഇതിൽ നിന്നൊരു 5-6 ചോദ്യങ്ങൾ കിട്ടാൻ വല്ല പാടുണ്ടോ? 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ്. നിങ്ങളൊരു 10 പഠിച്ചാൽ മതി, അതിൽ നിന്ന് തന്നെ ഒരു 5-6 കിട്ടും. ദെൻ പിന്നെ പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ 4 ചോദ്യങ്ങളിലെ 2 നമ്മൾ എഴുതിയാൽ മതി. ഡയറക്റ്റ് ടാക്സിൽ നിന്ന് 2, ഇൻഡയറക്റ്റ് ടാക്സ് ജി എസ് ടിയിൽ നിന്ന് 2, അങ്ങനെ വരാം. അല്ലെങ്കിൽ 3 ഡയറക്റ്റ് ടാക്സ് 1 ജി എസ് ടി, അങ്ങനെയാണ് വരാറ്. സോ ഇതിൽ കമ്പൽസറി ആയിട്ട് നമുക്കൊരു എസ് പ്രോബ്ലം എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ആണ്. അതെന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ ഒരു തിയറി ഡയറക്റ്റ് ടാക്സിൽ നിന്ന് വരാറുള്ളത് നമ്പർ 1 ഒന്നെങ്കിൽ ഈ പറയുന്ന റിട്ടേൺ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ, അതിൽ ഇ ഫയലിംഗ് ഓഫ് റിട്ടേൺ കണ്ടുവന്നുള്ളൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഇതിനേക്കാൾ മുമ്പ് റിക്കവറി ഓഫ് ടാക്സ് എന്താണ്, മോഡ്സ് ഓഫ് റിക്കവറി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ടി ഡി എസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് തിയറി ആയിട്ട്. പിന്നെ ഡിഡക്ഷൻസ്, ഡിഡക്ഷൻ എസ്പെഷ്യലി 80Gനെ പറ്റിയിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. 2 മാർക്സിന്റെ കേസിലാണെങ്കിലും ഏതെങ്കിലും ഒരു ഡിഡക്ഷൻ 80Dയോ ജിയോ പലപ്പോഴും എടുത്ത് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സിൽ ഏതെങ്കിലും ഇങ്ങനത്തെ ചോദ്യങ്ങളുണ്ട്. പിന്നെ ജി എസ് ടിയിൽ നിന്ന് മിക്ക പേപ്പറിലും കണ്ടുവന്നിട്ടുള്ളത് ജി എസ് ടി എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജി എസ് ടി, അതിന്റെ ഇവല്യൂഷൻ, മിക്ക പേപ്പറിലും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ് എസ് എക്ക് കണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ അല്ലെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം തിയറി ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പാർട്ട് സിയിൽ നമുക്ക് 4 ചോദ്യങ്ങളിൽ നിന്ന് 2 എന്തായാലും ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടാവും. ഒന്നുകിൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ഒരു എസ് എ, പിന്നെ ജി എസ് ടിയുടെ ബേസിക്സ് ഒരു എസ് എ, അല്ലെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസലേഷനോ, അതല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സിൽ നിന്നാണെങ്കിൽ റിട്ടേണോ, അതുപോലെ തന്നെ റിക്കവറി ഓഫ് ടാക്സ്, ടി ഡി എസ്, പിന്നെ അസസ്മെന്റ് ഡിഫറെന്റ് ടൈപ്സ്, ഇതൊക്കെയാണ് നമ്മൾ തിയറിയിൽ പ്രതീക്ഷിക്കുന്നത്. ഡിഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മിനിമം ഈ പറയുന്ന ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ ഒരു പ്രോബ്ലം അതല്ലെങ്കിൽ ജി എസ് ടിയുടെ ബേസിക്സോ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ 2 എസ് എ കിട്ടി. 2 എസ് എയും കൂടിയിട്ട് നമുക്കൊരു 10 മാർക്ക്, ഇപ്പം അതിൽ മിസ്റ്റേക്ക് വന്നാലും 2ഉം കൂടിയിട്ട് ഒരു 10 മാർക്ക് കിട്ടിയാൽ തന്നെ പാർട്ട് എയും ബിയും കൂടിയിട്ട് അവിടെ 20 മാർക്കിനേക്കാൾ കൂടുതലായി. നമ്മൾ ഈ 2 പാർട്ടിലേക്കും വേണ്ടി പഠിച്ച പല കാര്യങ്ങളും നമുക്ക് പാർട്ട് ബിയിലും പ്രതീക്ഷിക്കാം. 8 ചോദ്യങ്ങളാണ്. അതിൽ ഞാൻ നേരത്തെ പാർട്ട് എയിൽ ഈ പറഞ്ഞ ക്ലബിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, പിന്നെ ഞാൻ പറഞ്ഞു അസസ്മെന്റ് ഡിഫറെന്റ് ടൈപ്സ്, അതിലെ പല കാര്യങ്ങളും ഇവിടെ വരും. റിട്ടേണിലെ ഡിഫറെന്റ് ടൈപ്സ്, പാൻ, പെർമനന്റ് അക്കൗണ്ട് നമ്പർ എവിടേക്കാണ് കമ്പൽസറി ആയിട്ടുള്ള ചോദ്യം, അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സിനെ പറ്റിയിട്ട്, ടി ഡി എസിനെ പറ്റിയിട്ട്, ഈ തിയറി ചോദ്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഏതൊക്കെയാണ്, അവരുടെ പവേഴ്സ്, വാരിയസ് ഇൻകം ടാക്സ് അതോറിറ്റി അവരുടെ പവേഴ്സ്, ഇതൊക്കെ നമുക്ക് പാർട്ട് ബിയിൽ പ്രതീക്ഷിക്കാം. ജി എസ് ടി എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജി എസ് ടി, ജി എസ് ടി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട് എയിലോട്ടും പാർട്ട് സിയിലോട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഇതിലേക്ക് പഠിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പാർട്ട് ബിയിലേക്ക് ഉപകാരമായിരിക്കും. സോ നമുക്കറിയുന്ന പോലെ തന്നെ എല്ലാ ചോദ്യങ്ങളും അവിടെ എഴുതി ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിലും
പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കും അല്ലേ? ഞാൻ പറഞ്ഞു പാർട്ടി എയിലേക്ക് ഒരു 5-6 ചോദ്യം കിട്ടാൻ ഒരു 10 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 10-12 ചോദ്യം പഠിച്ചാൽ മതി. 2 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ പഠിച്ച് അവസാനിപ്പിക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ പഠിക്കുകയാണെങ്കിലും കഴിയുന്നതാണ്. 1 മണിക്കൂർ ഉണ്ടെങ്കിൽ 2 മാർക്സിന് ഒരു 10 ചോദ്യം പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റും. എസ് എ ആണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ ആ കുറച്ച് ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്ത് 2 എസ്സേയും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവിടെ എന്തായി, പാസ് മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടി. ഇനി ഞാൻ ഓൾറെഡി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിൽ ഫുൾ ടൈം എക്സാമുകൾ സ്പെൻഡ് ചെയ്ത് എല്ലാ ചോദ്യങ്ങൾക്കും നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടെ 80% അബവ് ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പാസ് മാർക്ക് അല്ല അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും പോസിബിൾ ആണ്. സോ ഇൻകം ടാക്സ് ആൻഡ് GST പേപ്പറിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് പാസ്സാകാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ നാളത്തെ എക്സാമിന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആരും പഠിച്ചു കഴിഞ്ഞില്ല എന്ന് വെച്ചിട്ട് പേടിച്ചിരിക്കരുത്, പുറകോട്ട് പോകരുത്. നിങ്ങളുടെ ലാസ്റ്റ് സെമസ്റ്റർ ആണ്, ഈസി ആയിട്ട് പാസ്സാകുക. പല കുട്ടികളും കൺസെപ്റ്റ് ഒന്നും പ്രോപ്പറായിട്ട് മനസ്സിലാക്കാണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചിട്ട് തോൽക്കുന്നൊരു പേപ്പറാണ്. അങ്ങനെ തോൽവിയിലോട്ട് പോകരുത്. നിർബന്ധമായി നിങ്ങൾ പാസ്സായിരിക്കും കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഇന്ന് വൈകിട്ട് 8:30 നമ്മൾ എക്സാം റിലേറ്റഡ് ലൈവും വെച്ചിട്ടുണ്ട്, എല്ലാവരും അറ്റൻഡ് ചെയ്യാം. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you and all the very best.